ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമുക്കിന്ന് വിഷു സ്പെഷ്യൽ ക്രാഫ്റ്റ് കണിക്കൊന്ന ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ക്രേപ്പ് പേപ്പറാണ് എടുത്തിട്ടുള്ളത്. ക്രേപ്പ് പേപ്പർ ചെറിയ ഒരു പീസ് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഈ വീഡിയോ കാണുന്ന കണക്ക് മടക്കിയെടുക്കാം. നമുക്കിത് പെറ്റൽ റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ്. ഈ പെറ്റലിൻ്റെ ആകൃതിയിൽ നമുക്കൊന്ന് വരച്ചു കൊടുക്കാം. ഇതുപോലെ ഒന്ന് വരച്ചെടുത്തതിന് ശേഷം ഇത് കട്ട് ചെയ്തെടുക്കാം. ഈ പെറ്റലെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് രണ്ടായിട്ട് ഇതുപോലെ ഒന്ന് മടക്കിയതിന് ശേഷം താഴ്ഭാഗം ഒന്ന് ചുരുട്ടി കൊടുക്കാം. ബാക്കിയുള്ള എല്ലാം നമുക്കിതുപോലെ റെഡിയാക്കി എടുക്കാം. ഇനി നമുക്കിതിലേക്ക് യെല്ലോയും ഗ്രീനും അക്രിലിക് പെയിൻറ്റ് വേണം. അതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ കൊന്നപ്പൂവിൻ്റെയൊക്കെ മുകളിലായിട്ട് അരിവാള് പോലത്തെ ഒരു സംഭവം ഉണ്ടല്ലോ, അതുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ചെറിയ ഈ സ്റ്റീലും ഗോൾഡൻ കളറുള്ള കമ്പി ഉണ്ടല്ലോ, അതെടുത്തിട്ട് അതിലേക്ക് ഈ കളറ് അടിച്ചു കൊടുക്കാം. എന്നിട്ട് അത് ഉണങ്ങിയതിന് ശേഷം നമുക്കിതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഇനി ഇത് രണ്ടും കൂടി ഒരുമിച്ച് വെച്ചിട്ട് ഒന്നുകിൽ നിങ്ങൾക്ക് നൂല് വെച്ച് ചുറ്റി കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ പശയാണ് തേക്കുന്നത്. ഇത് പശ വെച്ചതിന് ശേഷം നമ്മൾ ഈ പെറ്റൽ ഓരോന്നായിട്ട് എടുത്ത് വെച്ച് കൊടുക്കാം. ഒരു പൂവിന് വേണ്ടിയിട്ട് ഞാനിവിടെ 5 പെറ്റലാണ് എടുത്തിട്ടുള്ളത്. പൂവ് ഇതുപോലെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിന് ശേഷം നൂല് വെച്ചൊന്ന് ചെറുതായിട്ടൊന്ന് ചുറ്റി കൊടുക്കണം. ഇനി ഒരു കമ്പി ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം അത് വെച്ച് കൊടുത്തിട്ട് ഇതായി ടേപ്പ് വെച്ച് നമ്മൾ ഇതുപോലെ അങ്ങ് ചുറ്റി കൊടുക്കണം. നമ്മുടെ കൊന്നപ്പൂവ് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ കുറേ എണ്ണം തയ്യാറാക്കണം. കാരണം ഒരു കൊലയിൽ ഞാൻ 20 പൂവോളം എടുത്തിട്ടുണ്ട്. ഇനി ഒരു കമ്പി, നമ്മൾ മുമ്പേ നേരത്തെ എടുത്ത സൈസ് കമ്പി എടുത്ത് 2 എണ്ണം ഒരുമിച്ച് കൂട്ടി ചേർത്ത് വെച്ചതിന് ശേഷം നമ്മൾ ആ പച്ച ടേപ്പ് ഫുള്ളായിട്ട് അതിന് ചുറ്റി കൊടുക്കണം. അതിനുശേഷം അതിലേക്ക് നമുക്ക് പൂക്കൾ വെച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഓരോ 2 സൈഡിലും പൂക്കൾ വെച്ച് നമുക്കിതുപോലെ ചുറ്റി ചുറ്റി എടുക്കാം. അങ്ങനെ നമ്മളെ കൊന്നപ്പൂ ഫുള്ളും ഇതുപോലെ തന്നെ റെഡിയാക്കി എടുക്കാം. ഇനി ഇതിലേക്കുള്ള ബഡ്സ് റെഡിയാക്കാം. ഞാനത് ഗ്രീനും പിന്നെ യെല്ലോയും കൂടെയുള്ള ബഡ്സ് റെഡിയാക്കി ഇത് വെച്ച് നോക്കിയപ്പോൾ എനിക്ക് അത്ര ഭംഗിയായിട്ട് തോന്നിയില്ല. അതുകൊണ്ട് ഞാൻ ഗ്രീൻ ബഡ്സ് മാത്രം ഉണ്ടാക്കുക. ചെറുതായിട്ടൊരു പേപ്പർ ചുരുട്ടിയതിന് ശേഷം ഈ ടേപ്പിനകത്ത് വെച്ചിട്ട് നമുക്ക് ഒന്ന് ചുരുട്ടി ഈ വീഡിയോയിൽ കാണുന്ന കണക്ക് നമുക്കൊന്ന് ബഡ്സാക്കി എടുക്കാം. ബഡ്സ് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി പൂവിന് താഴേക്ക് നമുക്കിതുപോലെ ബഡ്സ് എല്ലാം വെച്ച് കൊടുക്കാം. ഒന്നുകിൽ നിങ്ങൾക്ക് ആ പച്ച ടേപ്പ് വെച്ച് തന്നെ ചുറ്റിയെടുക്കാം, അല്ലെങ്കിൽ നൂല് വെച്ച് നമുക്കിത് കെട്ടിക്കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ പച്ച നൂല് വെച്ചാണ് ഇത് ഓരോന്നും കെട്ടി കൊടുക്കുന്നത്. അങ്ങനെ നമ്മുടെ കൊന്നപ്പൂ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിതുപോലെ ഒരു കൊല പൂവും കൂടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ കൊന്നപ്പൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഞാൻ ഇതുവരെ ചെയ്ത ക്രാഫ്റ്റിൽ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു ക്രാഫ്റ്റാണിത്.
നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്